മയില് മയില് ആപ്പിൾ ആപ്പോ അടുത്ത് പോയാൽ അവരെ കൂടെ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് അല്ലാണ്ട് പിന്നെ 10-20 പേർക്ക് ഒരുമിച്ച് 3000 തരുമോ? അമ്മ ഇങ്ങനെ പോയാലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജയ്പൂർ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം രാവിലെ തന്നെ ഹോട്ടലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു ചെറിയൊരു ചായക്കടയിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ചായ വേണോ? ചായ പാലോ ചായ 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം. 3 ഇൻഗ്രീഡിയൻസ്. ഓക്കെ. ടീ, വാട്ടർ, മിൽക്ക് ടീ. മുന്നേ പറഞ്ഞ നിനക്ക് വൈറ്റ് ചായ മതിയെന്ന്. ഇടില്ല വൈറ്റ് ചായ. വൈറ്റ് ചായ ഇടില്ലേ ഇല്ല. വൈറ്റ് ചായ മീൻസ് വാട്ട്? വൈറ്റ് മിൽക്ക്. ഓ, ആരും എടുക്കണ്ടേ? ആരെടുക്കാനാ പറഞ്ഞ? ഡുഗുന്നെ. കേട്ടില്ല. ഇവിടെ സ്വീറ്റ്, ഇവിടെ സവർ, ഇവിടെ ബിറ്റർനെസ് ഏറ്റവും ലാസ്റ്റില്. ആര് പറഞ്ഞേ? ഞാൻ കണ്ടിന്. എവിടെ? യൂട്യൂബില്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് കഴിച്ച ഹോട്ടലിൽ തന്നെയാണ് ഇന്നും കഴിക്കാനായിട്ട് വന്നത്. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. റിസ്കി? യെസ്. പ്ലാൻ മാറ്റി കഴിച്ച് നമ്മൾ അതിൻ്റെ അടുത്തുള്ള വേറൊരു ഹോട്ടലിലോട്ട് വന്ന് ഫുഡ് കഴിക്കാൻ. ഇതെന്താ സാധനം? ഇതെന്താ? എന്തരിച്ചു? അറിയില്ല. പുക വരുന്നോ? ഇത് പാലം ബേബി. പാലോ? പാലല്ലേ? നിന്റെ വൈറ്റ് മിൽക്ക് കണ്ട്. ടർമറിക്. ഓ, റെഡ് സ്പോട്ട്സ് ആണ്. ഇന്ന് ടർമറിക് എനിക്കിഷ്ടല്ലേ ഇത്? ഇതോടാണ് ഇവിടുന്ന് ഇറങ്ങാണോ? എന്താ ചാമ? ഇവിടെ കഴിക്കൊന്നുമില്ല. കച്ചോടി അത്. ഓ, മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് ജയ്പൂർ ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം. ഏതാടാ? അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് സിറ്റി പാലസിലോട്ടാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷൻ, അതേപോലെ ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ അടുത്തായിരുന്നു മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് മെട്രോ വഴി പോകാമെന്ന് കരുതി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ ബെഡി ചോപ്പർ എന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഈ ബെഡി ചോപ്പറിലാണ് സിറ്റി പാലസും ഹവാമഹലും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. And do not push the passenger to take care of their loose items like sari, dupatta, dhoti and bag, etc. എപ്പോഴെങ്കിലും ഞങ്ങളോട് വിളിച്ചു കളിക്കാൻ. ഓക്കെ. മയില് മയില് ഈ ഒരു ബാക്ക് സൈഡ് കാണുന്ന ജന്തർ മന്ദിറ. പക്ഷെ നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ സിറ്റി പാലസിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ. എന്നിട്ട് ടിക്കറ്റ് എടുക്കണം. രാത്രിയിൽ വേറെ റേറ്റ് ആണോ? മ്യൂസിയം അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം.
റിച്ചു ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുത്തതല്ലേ ഇത് പാലസ് അല്ലേ? പാലസിന് മ്യൂസിയം ആണ്. ഓ പാലസിൽ ഇപ്പൊ ആൾക്കാർ താമസിക്കേണ്ടത്. ഓ പാലസിൽ പോയാൽ അവരെ കൂടെ ഫുഡ് കടിച്ച് സെറ്റായിട്ട് വരാം. ആ അല്ലാണ്ട് പിന്നെ 10-20 പേർക്ക് ഒരുമിച്ച് 3000 തരുമോ? ഇവർക്ക് ടിക്കറ്റ് വേണ്ടല്ലോ പിള്ളേർക്ക്. അവർക്ക് അതുകൊണ്ട് ജീവിക്കാം. കോസ്റ്റ്യൂമൊക്കെ ഉണ്ടോ? ഇത് നമുക്ക് അവിടെ നാഷണൽ മേടിച്ചിട്ട് നമ്മൾ ആദ്യം വന്നത് സിറ്റി പാലസിലോട്ടായിരുന്നു. ഹവ മഹലിൻ്റെ അടുത്തായിട്ടാണ് ഈ സിറ്റി പാലസ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. 300 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും ചാർജ് ഈടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വന്ന് കയറിയേക്കുന്നത് മ്യൂസിയത്തിലോട്ടാണ്. തൻ്റെ ഈ കാണുന്ന 2 ഫ്ലാഗ് കണ്ടില്ലേ? ഈ 2 ഫ്ലാഗ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ രാജാവായ 26 വയസ്സുള്ള മഹാരാജ സ്വായി പത്മനാഭ സിംഗ് ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ രാജാവ്. ഇവിടെ ഇപ്പോൾ 2 ഫ്ലാഗാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ രാജാവ് ഉണ്ടെന്നാണ്. ഇനി അഥവാ ഒന്നേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ രാജാവ് ഇല്ലെന്നാണ്. മഹാരാജ സ്വായി ജയ്സിംഗ് ആണ് ഈ സിറ്റി പാലസ് പണിഞ്ഞത്. ഒരു കാലത്ത് ജയ്പൂർ ഭരിച്ചിരുന്ന രാജവംശം, ആ രാജവംശത്തിലെ പിന്മുറക്കാർ, ആ രാജവംശത്തിലെ കുടുംബത്തിലെ അനന്തരാവകാശികൾ താമസിക്കുന്നത് ഇന്നും ഈ കുടുംബത്തിലാണ്. അതുകൊണ്ടാണത്രേ ഇവർ 300 രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ ഈ ഒരു ചാർജ് കൊണ്ട് നമുക്ക് ഈ കൊട്ടാരം മുഴുവൻ കാണാൻ സാധിക്കത്തില്ല. ഈ രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അവിടെ ഇവരുടെ പ്രൈവറ്റ് റൂമും മറ്റു കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അവരുടെ കൂടെ നമുക്കൊരു ഡിന്നർ കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. എന്തെങ്ങനെ ഇട്ടത്? ഇല്ല ഓ മറ്റേ ഗസ്റ്റ് ഒക്കെ വരുമ്പോ മാമ ഇങ്ങനെ പോയാലോ? വീഡിയോ വീഡിയോ അനങ്ക മഹാറാണി ഗായത്രി ദേവി. ഓ ആ കളാം. എന്താ എന്താ പരിപാടിയാ? ആ ഹോളി. ഇവിടെ കുറേ ഉണ്ട്. വേണ്ട, ഇത് പണ്ടത്തെ മഹാരാജാവ് ഹലോ സിംഗ്. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ അപ്പുറത്തെ പോർഷനിലൂടെ അല്ലേ നമ്മൾ വന്നേ. ഇത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ രാജാവുണ്ട്. രാജാവ് അപ്പുറത്താ. ഇത് മ്യൂസിയം അല്ലേ? ആ ഇത് മ്യൂസിയം. അതാളാടാ. ആ അല്ല അവിടെ എന്തോ ഇത് മ്യൂസിയം അല്ലേ? ഇന്നലെ രാത്രി നമ്മള് ഫോട്ടോ എടുത്തില്ലേ? അമ്മ ശരിക്കും ഞാനെന്തിന്ന്
ഓക്കെ. ഇതെല്ലാം ഹോർസസ് കിങ് വീണ് ഇത് റൈഡ് ചെയ്യും ഹോഴ്സ് കാട്ടിൽ. ഈ വലിയ ഹോഴ്സ് കാട്ടിൽ ജയ്പൂർ സെന്റർ ഫോർ ആർട്ട്. ഇതാണ് ഇൻസൈഡ്. പക്ഷെ നമുക്ക് ഫോട്ടോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും അവർ കാണാണ്ടാണ് പഠിത്തം. അങ്ങനെ സിറ്റി പാലസിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ജന്തർ മന്ദറിലേക്കാണ്. 18-ാം നൂറ്റാണ്ടിൽ പോലും സമയവും മാസവും കാലവും പോലും കൃത്യമായിട്ട് പ്രവചിച്ച ജ്യോതിശാസ്ത്ര യന്ത്രങ്ങളുടെ ഉദ്യാനമാണ് ഈ ജന്തർ മന്ദർ. 19 യന്ത്രങ്ങളുടെ കളക്ഷനാണ് ഈ ജന്തർ മന്ദറിലുള്ളത്. വളരെ സിമ്പിളെന്ന് തോന്നിപ്പിക്കുന്ന ഇവിടുത്തെ ഉപകരണങ്ങൾ കൊണ്ട് വളരെ കൃത്യമായിട്ടാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ആ യന്ത്രങ്ങളുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പേപ്പർ ഗോൾഫ് കളിച്ച് നമ്മളിനിതാ ഇവിടെ നിന്നാണ് ഫുഡ് ഉച്ചയിലത്തെ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഇഷ്ടം ഒരു കഷ്ണം कट से निकल जाओ, सामने चले जाओ. ഇതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്സ്. वन पीस वगैरह दिखा. ജന്തർ മന്ദറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ ഹവ മഹലിലോട്ടാണ് വന്നത്. ഒരുപാട് പ്രത്യേകത ഉള്ള കെട്ടിടമാണ് ഈ ഹവ മഹൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കെട്ടിടം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ബുർജ് ഖലീഫ എന്ന്. എന്നാൽ ഈ കെട്ടിടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൗണ്ടേഷൻ ഇല്ലാത്ത പണി കഴിക്കപ്പെട്ട കെട്ടിടമാണ് ഹവ മഹൽ. 5 നിലകളാണ് ഈ കെട്ടിടത്തിനുള്ളത്. 50 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വളരെ മനോഹരമായ വാട്ടർഫോൾ നമുക്ക് കാണാൻ സാധിക്കും.
അയ്യോ അയ്യോ ചെറിയ ऊंची सीढ़ी ज्यादा है गोल गोल घूमने वाली അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് ആ ആ റോഡിൽ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് വന്നു. చాలా పద్మాలు അറിയാലോ. കുഴഞ്ഞു അയ്യോ എന്നെ കൊണ്ടിങ്ങ ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 953 ജനൽപ്പാളികളാണ് ഇവിടെ ഉള്ളത്. ജനൽപ്പാളികൾ അല്ലെങ്കിൽ കിളിവാതിലുകൾ. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടങ്ങളിൽ രാജ്ഞിമാർക്കോ അല്ലെങ്കിൽ തോഴിമാർക്കോ പുറത്തു പോകാനോ കറങ്ങി നടക്കാനോ കാഴ്ചകൾ ആസ്വദിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ടൗണിൽ നടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ ജനൽപ്പാളികൾ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ ജനൽപ്പാളികളിലൂടെ നല്ല എയർ സർക്കുലേഷനും കിട്ടും. അതുകൊണ്ടാണ് ഹവ മഹൽ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. രാവിലെ പോയി കൊണ്ടുവരാം. രാവിലെയോ? ആ ശരി, സിറ്റി പാലസ്. സ്ട്രോ പ്ലസ് ബെറി. It is strawberry. സ്ട്രോ പ്ലസ് ബെറി. What is strawberry? ആപ്പിൾ. ആപ്പോ. Okay. What is What is PEAR? What is P-to? Potato. Potato. Salai, always remember to eat your five. Yeah. Potato. അടുത്ത ഷോപ്പിങ്ങിന് ബാബു ബസാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരാളുടെ തോമസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. റോഡിന്റെ നടുക്കൂടെ തോപ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. ബാബു ബസാറിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫേമസ് ആണ് ബാബു ബസാർ. ജയ്പൂർ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ട്രീറ്റ് കൂടിയാണ് ഈ ബാബു ബസാർ. ഇവിടെ കിട്ടാത്ത ഐറ്റംസേ ഇല്ല. ഹീൽ ടൈപ്പ്. हील चाहिए। इसका बड़ा हील वाला। भैया पहले पसंद कर लो, फाइनल कर लो, बैठ जाओ, पसंद कर लो, निकाल देंगे। बैठ जाओ आराम से, बैठ। इसका कितना? ये ऊपर ले जाओ। आगे बढ़ा। ये वाली 15,000 15,000 ये ओरिजिनल है। अगर इमिटेशन से तो हो रहा है वो। അമ്മു दो അളിയൻ ഇതേക്കുള്ള ചെരുപ്പെല്ലാം വേണമെന്ന് ചോദിച്ചേ. कितना है इसका? 250. है 250. इधर नंबर है ना? कम रेट पर चाहिए, कम रेट वाले भी है मेरे पास, सारे तरीके के मिल जाएंगे। जो अच्छी लगे उसकी बात करो, सारे तरीके के मिल जाएंगे। रेट ठीक है।
നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. ഇനി ഇവിടെ രാവിലെ കഴിച്ച ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഗുലാബ് ജാമുൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. 8 മണിക്കാണ് നമുക്ക് ട്രെയിൻ. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ലൈഫിൽ ജയ്പൂർ വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എന്തായാലും വരിക. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.